ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ ഫാമിലി കാറ്റഗിസം അവറിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് വൈ കൺഫെസ് ടു എ പ്രീസ്റ്റ്. എന്തുകൊണ്ടാണ് ഒരു പുരോഹിതൻ്റെ അടുത്ത് കുമ്പസാരിക്കണമെന്ന് കത്തോലിക്ക സഭ അനുശാസിക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ രക്ഷാകര ചരിത്രത്തിൽ ദൈവം എപ്പോഴും ചരിത്രത്തിൽ ഇടപെടുന്നത് മധ്യവർത്തികളിലൂടെയാണ്, മീഡിയേറ്റേഴ്സിലൂടെയാണ്. പഴയ നിയമത്തിൽ പ്രവാചകന്മാരെയും പുരോഹിതരെയും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം, വിശുദ്ധ ബൈബിൾ നമുക്ക് നൽകപ്പെട്ടത് 40ഓളം മധ്യവർത്തികളായ മനുഷ്യരിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിച്ചപ്പോഴാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴാകട്ടെ, ഈശോയുടെ പരസ്യ ജീവിതകാലത്തുടനീളം അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. മകനെ, നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, സമാധാനത്തോടെ പോവുക എന്ന് ഈശോ പലരോടും പറയുന്നുണ്ട്. സ്നാപക യോഹന്നാൻ്റെ അടുത്ത് ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ വന്നവരും തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ ശേഷമാണ് മാമോദീസ സ്വീകരിച്ചത്. സ്ലീഹന്മാർക്ക് ഈശോ പാപങ്ങൾ ക്ഷമിക്കാൻ അധികാരം നൽകുന്ന 3 സന്ദർഭങ്ങളാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നത്. ആദ്യത്തേത് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-ാം വാക്യമാണ്. പത്രോസിനോട് ഈശോ പറയുകയാണ്, പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. രണ്ടാമതായിട്ട് മത്തായിയുടെ സുവിശേഷം തന്നെ 18-ാം അധ്യായം 18-ാം വാക്യമാണ്. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. മൂന്നാമതായി പരിശുദ്ധാത്മാവിനെ നിശ്വസിച്ചുകൊണ്ട് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെട്ടിരിക്കും. ഈ 3 തിരുവചന ഭാഗങ്ങളും സ്ലീഹന്മാർക്ക് പാപങ്ങൾ മോചിക്കാൻ അധികാരം നൽകിക്കൊണ്ട് ഈശോ പറയുന്ന വാക്യങ്ങളാണ്. ഇവ മനഃപ്പാഠമാക്കാൻ ഈ കാറ്റഗിസം അവറിൽ നമുക്ക് പരിശ്രമിക്കാം. ആദ്യത്തേത് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-ാം വാക്യം. രണ്ടാമത്തേത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 18-ാം വാക്യം. മൂന്നാമത്തേത് യോഹന്നാൻ സ്ലീഹായുടെ സുവിശേഷം 20-ാം അധ്യായം 21-ാം വാക്യം.